കൊല്ലം തങ്കശ്ശേരിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് 4 വീടുകൾക്ക് തീപിടിച്ചതായിട്ട് വിവരമുണ്ട്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട്. 4 വീടുകൾക്ക് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് അപകടം. ഷമീർ ചേരുകയാണ്. ഷമീർ, മുമ്പാണ് ഈ തീപിടുത്തം ഇവിടെ ഉണ്ടായത്. ഏതാണ്ട് 5 ഫയർഫോഴ്സുകൾ ഇവിടെ ഉണ്ട്. 2 ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതിൽ ഒരു വീട്ടിൽ ആളില്ലായിരുന്നു. 4 വീടുകളിലേക്കാണ് തീ പടരുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നമുക്ക് കാണാം, ചിന്നക്കട, അതുപോലെ ചാമക്കട, കടപ്പാക്കട തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി. ഏതാണ്ട് അരമണിക്കൂറായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒരു താഴ്ന്ന മേഖലയിലുള്ള കുറച്ച് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്. എന്തായാലും വീടുകളിലുള്ള ആളുകളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും ഫയർഫോഴ്സ് ആദ്യം ഏറ്റെടുത്ത ദൗത്യം. അവിടെ നിന്നും വീടുകളിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു എന്നാണ് ഫയർഫോഴ്സ് പറഞ്ഞത്. എന്നാലും ഇപ്പോഴും ആ വീടുകളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പെട്ടോ എന്ന് ഫയർഫോഴ്സ് അധികൃതർ പരിശോധിക്കുകയാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവിടെ എല്ലാം തന്നെ വീട് നഷ്ടപ്പെട്ടവർ, ഇതെല്ലാം കത്തി നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ഒരു സാധാരണ ഗ്യാസ് സിലിണ്ടർ, നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണോ ഇത്ര വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്? ഒരു വീട്ടിൽ സ്ഫോടനം ഉണ്ടായത് കൊണ്ടാണോ, അത് അവിടെ ആളില്ലാതിരുന്നുകൊണ്ടാണോ പിന്നീട് അങ്ങ് പടർന്നത്? തീർച്ചയായിട്ടും സനീഷ, ആദ്യത്തെ വീട്ടിൽ നിന്നാണ് ഈ സിലിണ്ടർ പൊട്ടുന്നത്. ആ വീട്ടിൽ ആളില്ലായിരുന്നു. ആ പൊട്ടിത്തെറിക്ക് ശേഷം രണ്ടാമത് വീണ്ടും അവിടെ പൊട്ടിത്തെറി ഉണ്ടാവുകയും അതിനുശേഷമാണ് പ്രദേശത്തെ വീടുകളിലേക്കൊക്കെ തന്നെ ഈ തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ 4ലധികം വീടുകളിൽ ഇപ്പോൾ തീ പടർന്നു പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ വളരെ വേഗം നഗരത്തിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷപ്പെടുത്തുന്നു. എന്തായാലും ഇനി 2 വീടുകളിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നത്. ആരെങ്കിലും അത്തരത്തിൽ വീടുകളിലുണ്ടോ എന്ന്, ഇവിടെ മൊത്തം വൈദ്യുതി ബന്ധം മൊത്തം വിച്ഛേദിച്ചിട്ടുണ്ട്. ആരെങ്കിലും ആ വീടുകൾക്കുള്ളിൽ ഉണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നു. ഇപ്പോഴും തീ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും വലിയ ഒരു തീപിടുത്തം, വലിയൊരു പൊട്ടിത്തെറിയാണ് നഗരത്തിൽ ഉണ്ടായത്. ആ ഉഗ്ര ശബ്ദം ഏതാണ്ട് ജില്ലാ കളക്ട്രേറ്റിന് സമീപം വരെ ആ ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ പൊട്ടിത്തെറിയിൽ ആളപായം ഇല്ല എന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന വാർത്ത. എന്തായാലും കൂടുതൽ പരിശോധനകൾ ഫയർഫോഴ്സ് അധികൃതർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 ഫയർഫോഴ്സ് എത്തി ഇപ്പോഴും വെള്ളം തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഫയർഫോഴ്സുകളെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം വലിയ തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളപായം ഇതുവരെ ഇല്ല എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്ന ആശ്വാസകരമായ വാർത്തയാണുള്ളത്. എന്തായാലും പൊള്ളലേറ്റവർ ചില ആളുകൾ ഉണ്ട്. അത് നിസ്സാരമായ പൊള്ളലുകൾ മാത്രമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അവരത്തേക്ക് ഇതിനെ ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സനീഷ്.